മറ്റു വാർത്തകൾ കൂടി പരിശോധിക്കുകയാണ്. തിരുവനന്തപുരം നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു. പലതവണ കുട്ടിയെ മർദ്ദിച്ചിരുന്നതായി രണ്ടാനച്ഛൻ അഷ്കർ പോലീസിനോട് പറഞ്ഞു. ലൈറ്റർ കൊണ്ട് കാലിനടിയിൽ പൊള്ളിച്ചുവെന്ന് മൊഴിയിലുണ്ട്. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ആഷിഖ് റഹ്മാൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ആഷിഖ്, അതിക്രൂരമായ പീഡനമാണ് ആ കുട്ടി ഏറ്റുവാങ്ങിയത്. അത് സമ്മതിക്കുന്നുണ്ട് ഈ പ്രതികൾ. രുചിഷ, ഈ രണ്ട് പ്രതികളെയും, അതായത് ഈ അർഷിദിൻ്റെ അമ്മ അഖിലയെയും അതുപോലെ തന്നെ പങ്കാളിയായിട്ടുള്ള അഷ്കറിനെയും 2 ദിവസത്തെ കസ്റ്റഡിയിലാണ് കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ചത്. ഈ കസ്റ്റഡിയിൽ ലഭിച്ച ചോദ്യം ചെയ്യലിലാണ് ഈ കുറ്റം ഇരുവരും സമ്മതിച്ചിട്ടുള്ളത്. അഷ്കർ അന്ന് വീട്ടിലുണ്ടായിരുന്ന അഷ്കറാണ് ഈ കുട്ടിയെ ഉപദ്രവിച്ചതെന്ന് പറയുന്നുണ്ട്. പക്ഷേ അമ്മ അന്ന് വിശാഖപട്ടണത്തായിരുന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ഈ അക്രമം പക്ഷേ അഖിലക്ക് അറിയാമായിരുന്നു എന്ന കാര്യം കൂടി ഇന്നലത്തെ ചോദ്യം ചെയ്യലും പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഈ ലൈറ്റർ അടക്കം കാലിനടിയിൽ വെച്ച് പൊള്ളിക്കുന്നത് അമ്മയ്ക്ക് അറിയാമായിരുന്നു. അമ്മയുടെ മൗനസമ്മതം ഈ കുട്ടിയെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ ഉണ്ട് എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. ഇവർ പറഞ്ഞത് കുട്ടിയുടെ കൈയൊടിഞ്ഞത് സൈക്കിളിൽ വീണത് മൂലമാണെന്നുള്ള കാര്യം ഇന്നലെ അവർ വീണ്ടും മൊഴിയിൽ ആവർത്തിച്ചു. അങ്ങനെയാണ് കൈക്ക് പരിക്കേറ്റത്. പക്ഷേ ഈ കുട്ടിയെ 12 ദിവസത്തിന് ശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന കാര്യം കൂടി പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം അവരുടെ സഹോദരി, അഷ്കറിൻ്റെ സഹോദരി പ്രതികരിച്ച സമയത്ത് കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാത്തത് എന്തെന്നുള്ളത് താൻ ചോദിച്ചതെന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അത് സ്ഥിരീകരിക്കുന്ന മൊഴിയാണ് ഇപ്പോൾ ഇന്നലെ പോലീസിന് കൊടുത്തത്. 12 ദിവസത്തിന് ശേഷമാണ് ഈ കൈ പരിക്കേറ്റ കുട്ടിയെ 12 ദിവസത്തിന് ശേഷമാണ് ആശുപത്രിയിൽ കൊണ്ടുപോയെന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ പനി ബാധിച്ച കുട്ടിയുമായി തമിഴ്നാട്ടിൽ വരെ ഇവർ യാത്ര ചെയ്തു എന്ന കാര്യം പറയുന്നുണ്ട്. കാരണം ഈ കുട്ടിക്ക് പനി ബാധിച്ച് വലിയ രീതിയിൽ ആരോഗ്യാവസ്ഥ മോശമാക്കിയെന്ന് തുടർന്ന് ആ അവസ്ഥയെ ഈ തമിഴ്നാട് വരെ യാത്ര ചെയ്ത് കുട്ടിയുടെ ആരോഗ്യാവസ്ഥ അടക്കം മോശമാക്കി. ആദ്യഘട്ടത്തിൽ ഈ നെടുമങ്ങാട് ആശുപത്രിയിൽ പ്രവേശിച്ച് പിന്നീട് SIT ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സമയത്താണ് ഈ കുട്ടി മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏറ്റവും പ്രധാനം, ഒരു കൂസലുമില്ലാതെ ഇവർ ഈ മൊഴി പറഞ്ഞു, അതായത് കുറ്റം ഏറ്റുപറഞ്ഞു എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. പ്രതികൾ പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നും പ്രകടിപ്പിച്ചാൽ ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എല്ലാം കൃത്യമായി അവർ തുറന്ന് സമ്മതിച്ചു എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊരു കാര്യം, ഈ രണ്ടാമത്തെ ഈ അർഷിദിൻ്റെ അമ്മയായ അഖിലെ ഇനി തെളിവെടുപ്പ് നടത്താനുണ്ട്. ഈ അഷ്കറിനെ കൊണ്ടുപോയ സമയത്ത് വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഈ അഖിലെ നിലവിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. കാരണം നിലവിൽ തന്നെ കഴിഞ്ഞ തവണ അഷ്കറിനെ കൊണ്ടുപോയപ്പോൾ ആളുകൾ ആക്രമിക്കാൻ തുനിയുകയും പലരും അഷ്കറെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ ഈ അഖിലയും കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതിനാൽ തന്നെ പോലീസ് നിലവിൽ അഖിലയുമായി തെളിവെടുപ്പിന് പോകുന്നില്ല. ശേഷം ഇന്ന് കസ്റ്റഡിയിൽ പൂർത്തിയാക്കി തിരിച്ച് റിമാൻഡ് ചെയ്യും. ശേഷം വീണ്ടും ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് പോലീസിൻ്റെ തീരുമാനം. എന്തായാലും പോലീസ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് കൂടുതൽ മൊഴികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇവർക്കെതിരെ പരാതി പറഞ്ഞ കുടുംബക്കാരെയും അതുപോലെ തന്നെ നാട്ടുകാരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. അതേസമയം തന്നെ മറ്റു കൊലപാതകങ്ങൾ, ഈ അഷ്കറുമായി ബന്ധപ്പെട്ട് ഈ അർഷിദിന്റെ കൊലപാതകം മാത്രമല്ല, ചിറയങ്കിയിലെ ഒരു യുവതിയുടെ മരണം, അതുപോലെ തന്നെ ആമിനയുടെ സഹോദരന്റെ മരണം, അങ്ങനെ പിന്നെ അതുപോലെ തന്നെ അഖിലയുടെ ആദ്യ ഭർത്താവിൻ്റെ മരണം, ഇങ്ങനെ 2-3 വിഷയങ്ങളിൽ കൂടി അഭ്യൂഹങ്ങൾ നിലനിർന്നു. ഇവരുടെ മരണത്തിലും അഷ്കറിന് പങ്കുള്ളതായുള്ള ആരോപണം പോലീസ് മുന്നിൽ വന്നില്ല. പക്ഷേ പോലീസ് അത്തരത്തിൽ ആ അന്വേഷണങ്ങളിലേക്ക് നിലവിൽ കടക്കുന്നില്ല. അതിൽ കാര്യമായ വസ്തുതകൾ ഇല്ല എന്നുള്ള കാര്യമാണ് പോലീസ് അറിയിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള അന്വേഷണം തന്നെ പോലീസ് പുരോഗമിക്കുന്നു. ഇരുവർക്കെതിരെയുമുള്ള കേസ് ശക്തിപ്പെടുത്താൻ തന്നെയാണ് തീരുമാനം. ഏറ്റവും പ്രധാനം, നിലവിൽ ഈ DYSP ഈ കേസ് അന്വേഷണം ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം SC/ST വകുപ്പ് പ്രകാരം അടക്കം ചുമത്തിയാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. അതിനാൽ തന്നെ നെടുമങ്ങാട് DYSPയുടെ നേതൃത്വത്തിലാണ് ഈ കേസ് അന്വേഷിക്കുക. നെടുമങ്ങാട് SC/ST കോടതിയിലാണ് ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ നടക്കുക. അങ്ങനെ SC/ST വകുപ്പ് കൂടി ചുമത്തിയോടുകൂടി തന്നെ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കേസ് കൂടുതൽ ശക്തമാക്കാൻ കഴിയുമെന്നുള്ളതാണ് പോലീസിൻ്റെയും പ്രതീക്ഷ. രുചിഷ.